ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഉം. അങ്ങനെയൊക്കെ വരുമെങ്കിലും പല സ്ഥലത്തും വരുമ്പം നമുക്ക് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചേട്ടൻ്റെ ഇമോഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. ഉം. എനിക്ക് ആ കഥയിലെ ഇമോഷൻ ഒരിക്കലും കളയാൻ ഇഷ്ടമല്ല. ഉം. കാരണം എല്ലാവർക്കും ഒരു ഭയമുള്ളത് ഒരു ഇമോഷനുള്ള സിനിമ ചെയ്യാനാണ്. അതെ. അത് പേടിയാണ്. അപ്പൊ ഇനിയത്തെ കാലത്ത് അത് നിൽക്കില്ല അത് എന്നൊക്കെയാണ് എല്ലാവരും കേൾക്കുന്നത്. പറയുന്നത്. ചിലപ്പോൾ 2010 ശേഷം അല്ലെങ്കിൽ ഉം. 2015 കൂടി വളരെ വ്യക്തമായി പറയുന്നത് കാരണം ഇനി ഇമോഷൻ ഒന്നുമുള്ള ഒരു ഉം. സ്കോപ്പും ഇല്ല. ഉം. ഇവിടെ അങ്ങനത്തെ സിനിമകൾ ഓടാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അതെന്ന് വെച്ചാൽ എല്ലാവരുടെയും പെരുമാറ്റത്തിലൊക്കെ മാറ്റങ്ങളുണ്ട്. ഉം. അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പണ്ട് തൊട്ട് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള സിനിമകളെല്ലാം അത്തരം ഇമോഷനുള്ള സിനിമകളാണ്. ഉം. അങ്ങനെ ഒരു കഥ കൃത്യമായി വന്ന് കിട്ടിയിരിക്കുകയാണ്. ഇത് ഒരു കാരണവശാലും പിടിവിടാതെ പിടിക്കണമെന്ന് വെച്ചിട്ട് പലപ്പോഴും അതിൻ്റെ പുറകെ നടന്നു. അതിനൊപ്പം നിന്നൊരാളാണ് കെ.ആർ. സുനിൽ. അതിനൊപ്പം നിന്നിട്ടുണ്ട് ലാലേട്ടൻ. ഉം. അതിനൊപ്പം ആന്റണി. ഉം. ഈ ശരിക്കും എന്നോടൊപ്പം നിന്ന ഈ